ഈ പറഞ്ഞ പോലെ മൂന്നാം മുന്നണിയല്ല, കോൺഗ്രസിന് അല്ല, സോറി BJP-നെ എതിർക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടി ഒരു വോട്ട് പിടിക്കാൻ, ഇപ്പൊ രാഹുൽ ഗാന്ധിയോ അങ്ങനെ ആരെയും കാണിച്ച് ഒരു വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസിന് വരെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും കാണുന്നില്ല. ഇപ്പൊ ഒന്നാം UPA ഗവൺമെന്റ് വരുമ്പോഴും പ്രധാനമന്ത്രിയെ കാണിച്ചിട്ടല്ലോ വന്നത്. BJP-ക്കെതിരെ രാജ്യത്തിന് വേണ്ടി വോട്ട് പിടിക്കുക, ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുക, ഒരു പ്രധാനമന്ത്രിയെ കാണിച്ച് വോട്ട് പിടിക്കേണ്ട കാര്യമില്ല. അത് സാധ്യമല്ല. രാജ്യത്തിന്റെ ഭരണഘടന എന്താകണം? ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇലക്ഷനാണിത്. ആ മന്ത്രം ഉയർത്തിപ്പിടിച്ച് മത്സരിക്കുക, ജനങ്ങളെ കാണുക, ജനങ്ങള് വിജയിപ്പിക്കും. മനസ്സിലായി. പിന്നെ വരുന്ന എണ്ണത്തിനനുസരിച്ചിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ബിഷപ്പുമാരെ ഇപ്പൊ ക്രിസ്ത്യൻ സംഘടനയുമായിട്ട് ഏറ്റവും അടുക്കുകയാണ് BJP. അടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ബിഷപ്പുമാർ ഡൽഹി പോകുന്നു, മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതൊക്കെ ഈ ഇടയ്ക്ക് വലിയ രീതിക്ക് ചർച്ച ചെയ്തു. സജി ചെറിയാൻ പറഞ്ഞ ചർച്ചയൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളാവുകയൊക്കെ ചെയ്തു. അവരുടെ ഒരു കൂടിക്കാഴ്ച ഈ ക്രിസ്ത്യൻ സഭയെ അടുപ്പിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? BJP അത് മെനയുന്നുണ്ട്. BJP രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് കളിയും കളിക്കും. അപ്പോൾ BJP അത് മെനയുന്നുണ്ട്. പക്ഷെ BJP-ക്ക് എത്ര അങ്ങനെ അവര് നടിച്ചാലും എത്ര അഭിനയിച്ചാലും BJP-ക്ക് അതെങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുക? ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകൾക്ക് നല്ല ധാരണയുള്ളവരാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ ജനവിഭാഗം, കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം, കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ചവരാണ്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ആരാണ് RSS എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് RSS. അവര് ചെന്നാല് ഇവരുടെ എല്ലാം വീടുകളിൽ സ്വീകരിക്കും. അതവരുടെ എന്താ പറയാ, അവരുടെ ഔന്നത്യമാണ്, അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അതവര് ചെയ്യും. അത് കണ്ടിട്ട് മഞ്ഞളിക്കേണ്ടതില്ല. കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗവും കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും നല്ല ധാരണയുള്ളവരാണ്. ആരാണ് RSS, എന്താണ് അവരുടെ അജണ്ട, എന്താണ് ഈ ആഗമനോദ്ദേശം എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കും. അവരെ ക്ഷണിച്ചാൽ ഒരു പക്ഷെ അവർ പോയെന്നിരിക്കും. അതൊക്കെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, അവരുടെ ഔന്നത്യമാണ്. ആ ഔചിത്യവും ഔന്നത്യവും കണ്ടിട്ട് പഠിക്കേണ്ട കാര്യം BJP-ക്കില്ല. BJP-ക്ക് മനസ്സിലാവും. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.